ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാനിലെ ഇസ്ഫഹാൻ പ്രവിശ്യയിലെ നഥാൻസ് ആണവ കേന്ദ്രത്തിന് നാശനഷ്ടങ്ങൾ സംഭവിച്ചെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. നിലവിൽ റേഡിയേഷൻ ചോർച്ചയില്ല. ഭൂഗർഭ യുറേനിയം സമ്പുഷ്ടീകരണശാലയായ നഥാൻസിന് കഴിഞ്ഞ വർഷം ജൂണിലെ ഇസ്രയേൽ ആക്രമണത്തിലും നാശനഷ്ടമുണ്ടായിരുന്നു. അതേസമയം ഇറാനിലെ ബുഷഹർ ആണവ നിലയം ഭീഷണിയിലാണെന്ന് റഷ്യൻ ആണവോർജ്ജ ഏജൻസി റൊസാറ്റം അറിയിച്ചു. നിലയത്തിന്റെ ഏതാനും കിലോമീറ്ററുകൾ അകലെ സ്ഫോടനമുണ്ടായി. നിലവിൽ പ്രവർത്തനം തുടരുന്ന ഇറാനിലെ ഏക ആണവ പവർ പ്ലാന്റാണിത്. റഷ്യയിലുള്ള ഇന്ധനമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. 200ഓളം റഷ്യക്കാർ ഇവിടെ ജോലി ചെയ്യുന്നു. ഇറാനിലെ ആക്രമണത്തെ ന്യായീകരിച്ച് യുഎസും ഇസ്രയേലും രംഗത്തെത്തി. ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ ഇറാന്റെ പ്രതികാരം തീർച്ചയായും യുഎസിനോടാകുമായിരുന്നു. ഈ അടിയന്തര ഭീഷണി കണക്കിലെടുത്താണ് യുഎസ് ആദ്യമേ ആക്രമണം നടത്തിയത് എന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. കൂടുതൽ മരണങ്ങളും നാശവും ഒഴിവാക്കാൻ യുഎസ് പ്രതിരോധപരമായി മുൻകൈയെടുത്തുവെന്നും റൂബിയോ കൂട്ടിച്ചേർത്തു. അതേസമയം ഇറാന്റെ ആണവ ബാലിസ്റ്റിക് പദ്ധതികൾ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ആക്രമണ സജ്ജമാകുമെന്ന് കണ്ടെത്തിയതോടെയാണ് സൈനിക നടപടി ആരംഭിച്ചത് എന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഇറാൻ പുതിയ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങൾ നിർമ്മിച്ചു തുടങ്ങിയെന്നും നെതന്യാഹു അവകാശപ്പെട്ടു. കുവൈറ്റിൽ കഴിഞ്ഞ ദിവസം യുഎസിന്റെ F-15 യുദ്ധവിമാനം തകർന്നത് കുവൈറ്റിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം ശത്രുവിമാനമെന്ന് തെറ്റിദ്ധരിച്ച് വെടിവെച്ചതിനാലാണെന്ന് സ്ഥിരീകരിച്ചു. മറ്റ് 2 F-15 യുദ്ധവിമാനങ്ങളും സമാന രീതിയിൽ തകർന്നു. എല്ലാ പൈലറ്റുമാരും പരിക്കുകളോടെ രക്ഷപ്പെട്ടു. മിഡിൽ ഈസ്റ്റിലെ സംഘർഷ പശ്ചാത്തലത്തിൽ യുഎസിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുത്തനെ ഉയർത്താൻ ഇന്തോനേഷ്യ LNGക്കും അനുബന്ധ ഉൽപ്പന്നങ്ങൾക്കും പിന്നാലെ യൂറിയ, പോളിമറുകൾ, മെഥനോൾ, അലൂമിനിയം തുടങ്ങിയവയുടെ ഉൽപാദനവും ഖത്തർ എനർജി നിർത്തിവെച്ചു. ക്രൂഡ് ഓയിൽ കയറ്റുമതിക്ക് ഹോർമുസ് കടലിടുക്ക് ഒഴിവാക്കിയുള്ള പാതകൾ പരിഗണനയിലുണ്ടെന്ന് സൗദിയുടെ ആരംകോ അറിയിച്ചു. സൈപ്രസിലെ ബ്രിട്ടീഷ് എയർബസിന് നേരെ ഡ്രോണാക്രമണമുണ്ടായ പശ്ചാത്തലത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ പ്രതിരോധ നടപടികൾ ശക്തമാക്കി തുടങ്ങി. സൈപ്രസിലേക്ക് ഫ്രാൻസിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഒരു യുദ്ധക്കപ്പലും എത്തിക്കും. സൈപ്രസിലെ ആക്രമണത്തിന് പിന്നിൽ ഇറാനാണെന്ന് കരുതിയെങ്കിലും ലബനനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പ് നടത്തിയതാകാമെന്നാണ് പുതിയ നിഗമനം. ഹിസ്ബുള്ള ഗ്രൂപ്പുമായി പോരാട്ടം തുടർന്ന തെക്കൻ ലബനീസ് പ്രദേശങ്ങളിൽ അതിർത്തി കടന്ന് ഇസ്രയേലി ടാങ്കുകൾ ആക്രമണം നടത്തി. 50ലേറെ പ്രദേശങ്ങളിലെ ജനങ്ങളോട് അടിയന്തരമായി ഒഴിയാൻ ഇസ്രയേൽ നിർദ്ദേശിച്ചു. ഇതുവരെ 30,000-ലേറെ പേർ വീടുകളിൽ നിന്ന് പലായനം ചെയ്തു. വടക്കൻ ഇസ്രയേലിലെ റാമത്ത് ഡേവിഡ്, മെറോൺ ബേസുകളിലേക്കും ഗോലാൻ കുന്നുകളിലെ സൈനിക കേന്ദ്രത്തിന് നേരെയും ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തി. ആളപായമില്ല. ലബനീസ് തലസ്ഥാനമായ ബെയ്റൂട്ടിലടക്കം ഇസ്രയേൽ തിരിച്ചടിച്ചു. അതേസമയം ഹിസ്ബുള്ളയുടെ സൈനിക പ്രവർത്തനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ ലബനീസ് സർക്കാർ ആയുധങ്ങൾ കണ്ടുകെട്ടാൻ സായുധ സേനയ്ക്ക് നിർദ്ദേശം നൽകി. യുഎസ് ആക്രമണം നിർത്തി ചർച്ചയ്ക്ക് തയ്യാറാകണം. സമാധാനപരമായ ആവശ്യങ്ങൾക്ക് ആണവോർജ്ജം ഉപയോഗിക്കാനുള്ള അവകാശം ഇറാൻ ഉണ്ടെന്നും ചൈന പറഞ്ഞു. അതിനിടെ ഇറാൻ, ഇസ്രയേൽ, അമേരിക്ക യുദ്ധക്കെടുതി ഗൾഫ് മേഖലയെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. പ്രവാസി മലയാളികൾ ലക്ഷക്കണക്കിനുള്ള ഗൾഫ് മേഖലയിലേക്ക് യുദ്ധം വ്യാപിച്ചത് ഇന്ത്യയെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള യുഎയിലേക്ക് പോയ വിമാനം മിസൈൽ ഭീഷണിയെ തുടർന്ന് ലാൻഡ് ചെയ്യാനുള്ള ശ്രമത്തിൽ നിന്ന് പിന്മാറിയത് 2 തവണയാണ്. മുംബൈയിൽ നിന്ന് ദുബായിലേക്ക് പോയ എമിറേറ്റ്സ് വിമാനമാണ് ലാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടിയത്. വിമാനം 2 വട്ടം തിരികെ പറന്നുവെന്നാണ് ഫ്ലൈറ്റ് റഡാർ 24 രേഖകൾ വ്യക്തമാക്കുന്നത്. അത്യപൂർവമായി മാത്രമാണ് ഇത്തരത്തിൽ വിമാനങ്ങൾ തിരികെ പറക്കുന്നത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. മുംബൈ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട എമിറേറ്റ്സ് എയർലൈൻസിന്റെ EK-501 വിമാനത്തിനാണ് ദുബായിൽ മിസൈൽ ഭീഷണി നേരിട്ടത്. മിസൈൽ ആക്രമണ ഭീഷണി നിലനിൽക്കുന്നുണ്ട് എന്ന സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് സുരക്ഷാ സ്ഥാനത്തേക്ക് മാറിയ ശേഷമാണ് ലാൻഡിംഗ് പൂർത്തിയാക്കിയത്. അതേസമയം ഇറാനിൽ അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന ആക്രമണം കൂടുതൽ ശക്തമായിട്ടുണ്ട്. ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്കും തയ്യാറല്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇറാൻ. ചർച്ചയിലെന്ന് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കിയിരുന്നു. ശനിയാഴ്ച നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയും കുടുംബവും കൊല്ലപ്പെട്ടതോടെയാണ് ആക്രമണം കടുപ്പിക്കാൻ ഇറാനും തീരുമാനിച്ചത്. ഇറാനിൽ ഇതുവരെയുള്ള മരണസംഖ്യ 700 കടന്നുവെന്നാണ് റെഡ് ക്രസന്റ് സൊസൈറ്റിയും റിപ്പോർട്ട് ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.